നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ഒരു വശത്തെ അപ്രോച്ച് റോഡിൽ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. കുതിരാനിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് ഗുരുവായൂർ ദേവസ്വത്തിലെ കൃഷ്ണനാട്ടം വേഷം കലാകാരൻ. വേനൽ ചൂടിൽ വെന്തുരുകി കേരളം. ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 1 തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. 1ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന നടപടികൾ മെയ് 22 മുതൽ. പറപ്പൂക്കര സെന്റ് ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയുടെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ഒരു വശത്ത് അപ്രോച്ച് റോഡിൽ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടമായ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. സെപ്റ്റംബർ 24 ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത്. അടിപ്പാതയുടെ പില്ലറുകൾക്കായി എടുത്ത കുഴിയിൽ കളിമണ്ണ് കണ്ടെത്തിയതോടെ മണ്ണിന്റെ ബലക്കുറവ് വില്ലനായി. ഇതോടെ കുഴികൾ മൂടി അടിപ്പാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. പരിശോധനകൾക്ക് ശേഷം ബോക്സ് രൂപത്തിലുള്ള അടിപ്പാതയ്ക്കായി പുതിയ രൂപരേഖ തയ്യാറാക്കിയാണ് 2 മാസത്തിനകം നിർമ്മാണം പുനരാരംഭിച്ചത്. പിന്നീട് ദേശീയപാതയിൽ മുൻപെങ്ങുമില്ലാത്ത ഗതാഗത കുരുക്കിനാണ് ആമ്പല്ലൂർ സാക്ഷ്യം വഹിച്ചത്. സർവീസ് റോഡുകൾ തകർന്ന് ഗതാഗതക്കുരുക്കും യാത്രാ ദുരിതവും നിരന്തരം വാർത്തകളിൽ ഇടം പിടിച്ചു. പ്രതിദിനം 1,00,000 വാഹനയാത്രക്കാരെ പരിഗണിക്കാതെയുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് വലിയ പ്രഹരമാണ് ദേശീയപാത അതോറിറ്റിക്ക് ലഭിച്ചത്. 1.5 മാസത്തിലേറെ പാലിയക്കരയിൽ ടോൾ പിരിവ് പോലും നിർത്തിവെപ്പിച്ചത് അതോറിറ്റിക്ക് വലിയ തിരിച്ചടിയായി. ഇതിനെ തുടർന്നാണ് സർവീസ് റോഡുകൾ ഭാഗികമായി പൂർത്തീകരിച്ച് ഗതാഗതക്കുരുക്ക് പരിഹരിച്ചതും അടിപ്പാത നിർമ്മാണത്തിന് വേഗത കൈവന്നതും. രൂക്ഷമായ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് സ്വകാര്യ ബസ് ജീവനക്കാർ സമരത്തിലായതോടെ 2025 മെയ് 24 അടിപ്പാതയ്ക്കടിയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയത്. നിലവിൽ ചാലക്കുടി ഭാഗത്തു നിന്നുള്ള അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് പ്രവർത്തികൾ ആരംഭിച്ചു. തൃശൂരിൽ നിന്നുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൽ മണ്ണ് നിറയ്ക്കലും നിരപ്പാക്കലും മണ്ണ് ബലപ്പെടുത്തുന്ന പ്രവർത്തികളുമാണ് പുരോഗമിക്കുന്നത്. റോഡിന്റെ വശങ്ങളിലെ കോൺക്രീറ്റ് ഭിത്തികളുടെയും ഭിത്തിയിൽ ഉറപ്പിക്കുന്ന സ്ലാബുകളുടെയും നിർമ്മാണം ദ്രുതഗതിയിലാണ്. കടുത്ത ചൂടിലും തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധന വരുത്തിയാണ് നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുന്നത്. ഇരുവശങ്ങളിലുമായി 1 കിലോമീറ്ററോളം വരുന്ന അപ്രോച്ച് റോഡിന്റെ ടാറിങ്ങും സെന്റർ പാർട്ടീഷൻ, സിഗ്നൽ ബോർഡുകൾ, റിഫ്ലക്ടർ പതിക്കൽ, ലൈൻ വർക്കുകൾ, വശങ്ങളിൽ പെയിന്റിംഗ് എന്നിവ പൂർത്തിയാക്കി 45 ദിവസത്തിനകം റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ പറയുന്നത്. 11 മാസമായിരുന്നു അടിപ്പാത നിർമ്മാണത്തിന്റെ കാലാവധി. ദേശീയപാത അതോറിറ്റിയുടെ മെല്ലെപ്പോക്കും നിർമ്മാണത്തിലെ പ്രതിസന്ധികളും മറികടന്ന് ഇപ്പോൾ 19 മാസം പിന്നിടുമ്പോൾ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷത്തിലാണ് യാത്രക്കാർ. അതേസമയം ആമ്പല്ലൂരിലെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അടുത്ത ഘട്ടത്തിൽ പുതുക്കാട് ജംഗ്ഷനിലെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനിരിക്കെ യാത്ര കൂടുതൽ സുഗമമാകാൻ ഏറെ നാൾ കൂടി യാത്രാ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്നതും യാഥാർത്ഥ്യമാണ്. ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം എന്നും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഇപ്പോൾ ചാലക്കുടിയിൽ നിന്നുള്ള ഭാഗത്ത് ആ വശത്ത് ടാറിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ സന്തോഷകരമായ ഒരു വസ്തുത. അതേസമയം തൃശ്ശൂരിൽ നിന്നുള്ള ഭാഗത്ത് ഇപ്പോൾ മണ്ണിട്ട് നികത്തുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഏതാണ്ട് 45 ദിവസത്തിനകം ഈ അടിപ്പാതയ്ക്ക് മുകളിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് അധികൃതർ പറയുന്നത്. നിരവധി പ്രതിസന്ധികൾ കടന്നാണ് ഈ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം, ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നത് എന്ന സന്തോഷം കൂടിയുണ്ട്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.
കുതിരാനിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഗുരുവായൂർ പുത്തമ്പള്ളി വിശാരത്ത് ആദർശാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടം വേഷം കലാകാരനാണ് ആദർശ്. ഇക്കഴിഞ്ഞ 14-ന് കുതിരാനിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ചാണ് അപകടമുണ്ടായത്. സുഹൃത്തിനൊപ്പം നെല്ലിയാമ്പതിയിൽ പോയി തിരിച്ചുവരവെയാണ് അപകടം സംഭവിച്ചത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ആദർശ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത്. സംസ്ഥാനത്തെ സ്കൂളുകൾ അടുത്ത അധ്യയന വർഷം മുതൽ ജൂൺ 1-ന് പ്രവേശനോത്സവത്തോടെ തുറക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 1-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന നടപടികൾ മെയ് 22 മുതൽ ആരംഭിക്കും. പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾ പാലിക്കേണ്ട കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും സാമ്പത്തിക നിബന്ധനകളും മന്ത്രി വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. 1-ാം ക്ലാസ് പ്രവേശനത്തിന് എഴുത്തുപരീക്ഷ നടത്തുകയോ തലവരി പണം വാങ്ങുകയോ ചെയ്താൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. PT ഫണ്ട് പിരിവ് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് സ്കൂളുകളും കർശനമായി പാലിക്കണം. പറപ്പൂക്കര സെന്റ് ജോൺ നെബുംസ്യൻ ഫൊറോന പള്ളിയുടെ 16-ാം ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4-ന് മാർ റാഫേൽ തട്ടിലിന്റെയും മാർ പോളി കണ്ണൂക്കാടന്റെയും സംയുക്ത കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് വൈകിട്ട് 6-ന് നടക്കുന്ന സമ്മേളനം സീറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം നിർവഹിക്കും. ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യപ്രഭാഷണം നടത്തും. KK രാമചന്ദ്രൻ MLA സ്മരണിക പ്രകാശനം നടത്തും. ഇരിങ്ങാലക്കുട രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജോസ് മാളിയേക്കൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം M ശ്രീകുമാർ, ഇരിങ്ങാലക്കുട രൂപത ചാൻസലർ ഫാദർ കിരൺ തട്ടിൽ, അസിസി കോൺവെന്റ് മദർ സിസ്റ്റർ വില്യം, വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ വിനോയ് തെറ്റയിൽ, ട്രസ്റ്റി റെജിൻ പാലത്തിങ്കൽ, ജനറൽ കൺവീനർ ഗ്ലേസൻ ആലപ്പാട് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ വിനോയ് തെറ്റയിൽ, ജനറൽ കൺവീനർ ഗ്ലേസൻ ആലപ്പാട്ട്, ട്രസ്റ്റി റെജിൻ പാലത്തിങ്കൽ എന്നിവർ പങ്കെടുത്തു. നവജനർക്കായിട്ട് വിതരണം ചെയ്തിട്ട് അതിൻ്റെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ അവരുടെ സാന്നിധ്യം അതേ ദിവസമുണ്ട്. അതോടൊപ്പം നമ്മുടെ പറപ്പുക്കരയുടെ പ്രിയങ്കരനായിട്ടുള്ള അതോടൊപ്പം തന്നെ പുതുക്കാട് നിയോജകമണ്ഡലത്തിൻ്റെ MLA കൂടിയായിട്ടുള്ള ശ്രീ രാമചന്ദ്രൻ അവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അന്നേ ദിവസം ജൂബിലിയോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന സ്മരണിക ഇടവക ഡയറക്ടറിയുടെ പ്രകാശന കർമ്മം അദ്ദേഹമായിരുന്നു നിർവഹിക്കുക. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ചു വരുന്ന പ്രതിമാസ സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പുകളുടെ പരമ്പരയിലെ 174ാമത് ക്യാമ്പ് ഞായറാഴ്ച കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടക്കുന്ന ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയരാകുന്നവരിൽ തിമിര രോഗം കണ്ടെത്തുന്നവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. P രാധാകൃഷ്ണൻ, MR ആംസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വേനൽ ചൂടിൽ വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ താപനില ഉയർന്നു തന്നെ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകൾക്കാണ് അലേർട്ട്. അൾട്രാവയലറ്റ് ഇൻഡെക്സ് ഉയരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. പുതുക്കാട് അഗ്നിരക്ഷാ സേനയ്ക്ക് റെസ്ക്യൂ നെറ്റ് സമ്മാനിച്ച് അളഗപ്പ് നഗർ ലയൺസ് ക്ലബ്ബ്. പ്രസിഡന്റ് സുധീർ പെരുമറത്ത്, സെക്രട്ടറി ആന്റണി പുന്നോലിപ്പറമ്പിൽ, ട്രഷറർ KJ ബിനോയ്, പുതുക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ TK സന്തോഷ്, ഫയർ റെസ്ക്യൂ ഓഫീസർ MM മിഥുൻ എന്നിവർ സന്നിഹിതരായി. ഇനി കാണാം ഇൻഫോടോക്ക്. മുട്ടയ്ക്ക് വളരെയധികം പോഷക ഗുണങ്ങളുണ്ട്. എങ്കിലും പതിവായി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കോഴിമുട്ടയ്ക്കാണോ താറാവ് മുട്ടയ്ക്കാണോ ഗുണം കൂടുതൽ എന്നുള്ളത്. റിപ്പോർട്ട് കാണാം. പോഷക ഗുണത്തിൽ കോഴിമുട്ടയെ മറികടക്കുന്ന ഗുണങ്ങളാണ് താറാവ് മുട്ടയ്ക്കുള്ളത്. കോഴിമുട്ടയേക്കാൾ കൂടുതൽ പോഷക ഗുണങ്ങൾ താറാവ് മുട്ടയ്ക്കുണ്ട്. ഇത് പേശികളുടെ വളർച്ചയ്ക്കും ശരീരത്തിനു വേണ്ട ഊർജം നൽകാനും സഹായിക്കുന്നു. മാത്രമല്ല, ചർമ്മത്തിന് തിളക്കം നൽകാനും മുടികൊഴിച്ചിൽ തടയാനും സഹായിക്കും. താറാവ് മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ A, സെലീനിയം എന്നിവ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും തിമിരത്തെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ D ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യും.
താറാവ് മുട്ടയിൽ ധാരാളമായി ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അത് രക്തക്കുറവ് അഥവാ അനീമിയ ഉള്ളവരുടെ ആരോഗ്യത്തെ വളരെയധികം സഹായിക്കും. ഗുണം കൂടുതലാണെങ്കിലും താറാവ് മുട്ട കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിൽ കൊഴുപ്പും കൊളസ്ട്രോളും കോഴിമുട്ടയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് കൊളസ്ട്രോൾ പ്രശ്നങ്ങളുള്ളവർ താറാവ് മുട്ട ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് പ്രചോദയ നികേതൻ കോളേജിൽ വിവിധ വകുപ്പുകളിൽ എയ്ഡഡ് ഗസ്റ്റ് ലെക്ചറർമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഏപ്രിൽ 24 ഫിസിയോളജി രാവിലെ 9:30, സൈക്കോളജി 10:30, ഇലക്ട്രോണിക്സ് 11:30, ഇംഗ്ലീഷ് ഉച്ചയ്ക്ക് 2, കമ്പ്യൂട്ടർ സയൻസ് വൈകിട്ട് 3, കൊമേഴ്സ് വിഭാഗത്തിൽ വൈകിട്ട് 4 ഇന്റർവ്യൂ. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം നിശ്ചിത സമയത്ത് ഓഫീസിൽ ഹാജരാകണം. UGC നെറ്റ് PhD യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കോളേജിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക www.prachodyaniketan.edu.in. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,135 രൂപ, പവന് 1,13,080 രൂപ. വരന്തരപ്പിള്ളി പൗണ്ട് വൈലോപ്പിള്ളി പരേതനായ കുമാരൻ ഭാര്യ കാർത്തിയായനി അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാജൻ, പുഷ്പലത, ശ്രീനിവാസൻ എന്നിവർ മക്കളും ജലജ, സദാനന്ദൻ, സന്ധ്യ എന്നിവർ മരുമക്കളുമാണ്. മുപ്ലിയം വട്ടോലിപ്പറമ്പിൽ ബാഹുലയൻ അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വീട്ടുവളപ്പിൽ നടക്കും. ഷീബയാണ് ഭാര്യ. അച്ചു, കാർത്തിക എന്നിവർ മക്കളും സ്വരൺ ലാൽ, അധീന എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത ആമ്പല്ലൂരിൽ അടിപ്പാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ഒരു വശത്തെ അപ്രോച്ച് റോഡിൽ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. കുതിരാനിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് ഗുരുവായൂർ ദേവസ്വത്തിലെ കൃഷ്ണനാട്ടം വേഷം കലാകാരൻ. വേനൽ ചൂടിൽ വെന്തുരുകി കേരളം. ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 1 തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. 1ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന നടപടികൾ മെയ് 22 മുതൽ. പറപ്പൂക്കര സെന്റ് ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയുടെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.